സ്വന്തം പിതാവിനെ അടക്കം ചെയ്യാൻ ആ കുഴി വെട്ടിയ ആ ബാലൻ, അല്ലെങ്കിൽ ആ ടീനേജുകാരൻ, ആ കൗമാരക്കാരൻ നമ്മളോടൊക്കെ കൂടി വിളിച്ചു പറയണം, നിങ്ങളൊക്കെ കൂടിയിട്ടാണ് എൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ കൊന്നത്. സത്യത്തിൽ അതാണ്, നമ്മളൊക്കെ കൂടിയിട്ടാണ് അവരെ കൊന്നു തള്ളിയത്. ഈ പുറമ്പോക്കിലേക്ക് തള്ളപ്പെട്ട ആളുകളുണ്ട്, കുടിലിൽ താമസിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് നമ്മളുടെയൊക്കെ ഹൃദയത്തിലുള്ള കാഴ്ചപ്പാട് എന്താണ്? അവരൊക്കെ അധകൃതരാണ്, സമ്പത്തില്ലാത്ത ആളുകളാണ് അവർ. അവരുടെ ഐഡന്റിറ്റിയൊക്കെ ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ് തെറിവാക്കുകളായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ ചെറ്റ എന്നല്ല നമ്മൾ പറയാം. ചെറ്റ എന്നുള്ളത് അവരുടെ കുടിലിന് നമ്മളെ ചെറ്റപ്പര, അവരുടെ ഭക്ഷണം കഞ്ഞി, ആ കഞ്ഞിത്തരം അല്ലെങ്കിൽ തൊട്ടിത്തരം എന്നൊക്കെ പറയുന്നത് അവരുടെ ആ ചേരി നിവാസികളെ ആക്ഷേപിക്കുന്ന തരത്തിലാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആ കുഞ്ഞിന്റെ സംസാരത്തിൽ വന്നിട്ടുള്ള വാചകങ്ങൾ. എൻ്റെ അച്ഛൻ 2 ദിവസം മുന്നെയാണ് പുതിയ പാത്രങ്ങളും ഫ്ലാസ്കും ഒക്കെ വാങ്ങിച്ചത്. എന്തിനാണ്? അവർക്ക് ഭക്ഷണം കഴിക്കാനല്ല. റോഡരികിൽ ആരാരുമില്ലാതെ തള്ളപ്പെട്ടിട്ടുള്ള ആളുകൾ, ഭക്ഷണമില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അയാളത് ചെയ്യാറുണ്ട്. അതിനു വേണ്ടിയിട്ട് വാങ്ങിച്ച പുതിയ പാത്രങ്ങളാണ്. അപ്പോൾ അദ്ദേഹം മരണക്കിടക്കയിൽ കിടന്നിട്ട് മകന് കൊടുക്കുന്ന വസീയത്ത്, അവസാനത്തെ വസീയത്ത് എന്താണ്? എൻ്റെ കാര്യം പറയാനായിട്ടില്ല, എന്താ സംഭവിക്കുക എന്ന് പറയാനായിട്ടില്ല. നീ അതിനൊരു മുടക്കം വരുത്തരുത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തിക്ക് ഒരു മുടക്കം വരുത്തരുതെന്നാണ് ആ മരണക്കിടക്കയിൽ ആ പിതാവ് മകന് കൊടുക്കുന്ന വസീയത്ത് എന്നുള്ളതാണ്. നമ്മളെവിടെ നിൽക്കുന്നത്? നമ്മള് ഔന്നത്യത്തിന്റെ ഉന്നതിയുടെ ഉന്നത കുലജാത മഹിമയിലൊക്കെ നിൽക്കുന്ന ആളുകൾ, നമ്മളുടെയൊക്കെ അവരും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റണില്ലല്ലോ. അത് എനിക്ക് തോന്നുന്നത്, എനിക്ക് പറയുമ്പോൾ മഹാനായ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ, ലോകഗുരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലം 7 വയസ്സുള്ള സമയത്ത് റസൂലിന്റെ മനസ്സ് പിടയുകയാണ്. ആരാരുമില്ലാത്ത ആളുകളുടെ വേദനയെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് പിടയുകയാണ്. അന്ന് അടിമ വ്യാപാരവും അടിമ വ്യവസ്ഥയും കൊടികുത്ത് വാഴുന്ന കാലഘട്ടമാണ്. അപ്പൊ അടിമ വൃദ്ധകളാകുമ്പോൾ, രോഗികളാകുമ്പോൾ പിന്നെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ റോഡരികില് തെരുവുകളിൽ കൊണ്ടുപോയി തള്ളും. അവിടെ അവർ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ പുഴുവരിച്ച് നരകിച്ച് അവർ അങ്ങനെ ചത്തൊടുങ്ങുകയാണ് ചെയ്യുക. അവരെക്കുറിച്ചുള്ള വേവലാതിയായിരുന്നു 7 വയസ്സുകാരനായ മുഹമ്മദിനുണ്ടായിരുന്നത്. ആ ബാലനായ മുഹമ്മദ് ജോലി തേടി പോവുകയാണ്. ഉന്നത കുലജാതനാണ് മുഹമ്മദ്, ഉന്നത ഹാഷിം കുടുംബത്തിൽ ജനിച്ച മുഹമ്മദ് ജോലി തേടി പോവുകയാണ്. അപ്പോ അവിടുത്തെ കാരക്ക ബിസിനസ്സുകാരന്റെ അടുത്ത് ജോലി ചോദിച്ചപ്പോ 7 വയസ്സുകാരൻ എന്ത് പണിയാണ് എടുക്കാൻ അറിയാം? നിനക്ക് എന്ത് പണിയാണ് അറിയാം? എനിക്ക് നല്ല കാരക്കയും ചീത്ത കാരക്കയും വേർതിരിച്ച് മാറ്റാനുള്ള കഴിവ് അത് എനിക്കറിയാം. അപ്പൊ ആ ജോലി കൊടുക്കുക. അതിൽ കിട്ടുന്ന പ്രതിഫലമായി കിട്ടുന്ന കാരക്ക, അതായിട്ട് ഈ റോഡരികിൽ തള്ളപ്പെട്ടിട്ടുള്ള ആരാരുമില്ലാത്ത പുഴുവരിച്ച ജീർണിച്ച ദുർഗന്ധം വമിക്കുന്ന കിടന്നിടത്ത് കിടന്ന് മൂത്ര വിസർജനം ചെയ്യുന്ന മനുഷ്യരുടെ അടുത്ത് വന്ന് സ്വന്തം വായലിത് ചവച്ചരച്ചുകൊണ്ട് അവരുടെ വായിൽ വെച്ചു കൊടുക്കുമായിരുന്നു ബാലനായ മുഹമ്മദ്. അപ്പൊ അവർ ചോദിക്കും, നീ ആരാണ്? അപ്പൊ മുഹമ്മദിന്, ആ ബാലനായ 7 വയസ്സുള്ള മുഹമ്മദ് മറുപടി കൊടുത്തത്, ഞാൻ നിങ്ങളുടെ മകനാണ് എന്നാണ്. അത്രക്കധികം പുറന്തള്ളപ്പെട്ട ആരാരുമില്ലാത്ത ആളുകളെ കുറിച്ച് ചിന്തിച്ച് തപിച്ചിരുന്ന ഹൃദയമായിരുന്നു ബാലനായ മുഹമ്മദിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കൗമാരത്തിലും യൗവനത്തിലും അടിച്ചമർത്തപ്പെട്ടവന്റെ മോചനത്തിന് വേണ്ടി നിരന്തരം കൊതിച്ചുകൊണ്ടിരുന്നു. പെൺകുട്ടിയായി ജനിച്ചതിന്റെ പേരിൽ കുഴിച്ചു മൂടപ്പെട്ടവരുടെ വിമോചനത്തിന് വേണ്ടി തപിച്ചുകൊണ്ടിരുന്നു അവരുടെ ഹൃദയം. ഉത്തരം കിട്ടാതെ സഹികെടുമ്പോൾ അദ്ദേഹം ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുമായിരുന്നു. ദിവസങ്ങളോളം അവിടെ അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെയാണ് ആ ഹൃദയത്തിൽ, അങ്ങനെ വിമോചനത്തിന് വേണ്ടി തപിച്ചിരുന്ന ആ ഹൃദയത്തിൽ മാത്രമാണ് വിമോചനത്തിന്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഇഖ്റാ എന്ന രൂപത്തിൽ അത് ഇറങ്ങുന്നത്, വായിക്കുക എന്ന രൂപത്തിൽ. അവിടുന്ന് അങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലൂടെ, അദ്ദേഹത്തിന്റെ അനുയായികളിലൂടെ സാധിച്ചെടുത്ത ഒരു വിപ്ലവം, വിമോചനത്തിന്റെ വിപ്ലവം, അടിച്ചമർത്തപ്പെട്ടവന്റെ വിമോചനം, അതെങ്ങനെയാണ് സാധ്യമാക്കിയത്? ഇത്തരം ഹൃദയത്തിൽ പുറങ്കാലുകൊണ്ട്
തള്ളപ്പെട്ട ആരാരുമില്ലാത്ത ആളുകളുടെ വിമോചനത്തിന് വേണ്ടി തപിക്കുന്ന ഹൃദയത്തിലെ ഖുർആൻ കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. നമ്മളൊക്കെ വലിയ ഖുർആൻ ക്ലാസ്സുകൾ നടത്തുന്ന ആളുകളാണ്. നിരന്തരം ഖുർആൻ ക്ലാസ്സുകൾ, പരീക്ഷകൾ, അങ്ങനെ നമ്മളുടെ അമലു സ്വാലിഹാത്തുകളുടെ എണ്ണം വലുപ്പമൊക്കെ ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒരുപാട് ആളുകളുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് ചെയ്യുന്നു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നമ്മൾ സക്കാത്ത് ഇനത്തിൽ ചെലവഴിക്കുന്നു. വലിയ പടുകൂറ്റൻ പള്ളികൾ ഉണ്ടാക്കുന്നു. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള ഖുർആൻ കൊണ്ട് ഒരു വിമോചനം സ്വപ്നം കാണാൻ ഈ സമൂഹത്തിനെ പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ അവിടുത്തെ ബിലാലുമാർക്ക്, അമ്മാറുമാർക്ക് വിമോചനം സ്വപ്നം കാണിക്കാൻ സാധിച്ചത് അത് ഈ അടിച്ചമർത്തപ്പെട്ടവന്റെ വിമോചനത്തിന് വേണ്ടി തപിക്കുന്ന ഹൃദയമുള്ളവർക്ക് ആ ഹൃദയത്തിൽ ഖുർആൻ ഉണ്ടായിട്ടേ ഇതൊരു വിമോചന മാർഗമായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് അത് അനുഭവവേദ്യമാവുകയുള്ളൂ. നമ്മൾ കപടന്മാരാണ്. ഞാനടക്കമുള്ള ആളുകൾ കപടന്മാരാണ്. നമ്മൾ സുഖിയന്മാരാണ്. ഖുർആൻ പറയുന്നു, നിങ്ങൾ മതനിഷേധികളെ നിങ്ങൾ കാണുന്നില്ല. അവർ നിസ്കരിക്കാത്തവരെ കുറിച്ചിട്ടല്ല ഖുർആൻ മതനിഷേധി എന്ന് പറയുന്നത്. നിരീശ്വരവാദികളെ കുറിച്ച് പോലുമല്ല മതനിഷേധി എന്ന് പറയുന്നത്. പാവങ്ങൾക്ക് അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനാണ് മതനിഷേധി എന്നാണ് അള്ളാഹു പറയുന്നത്. ആ അർത്ഥത്തിൽ നമ്മളൊക്കെ മതനിഷേധികളല്ലേ? നമ്മളെക്കാളും എത്രയോ ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നവനായിരുന്നു ആ പോരാളിയായി പിടഞ്ഞു വീണ് മരിച്ചവൻ. അദ്ദേഹം ഒരിക്കലും ആത്മഹത്യ ചെയ്തതല്ല. ഈ വ്യവസ്ഥിതിയോട് കലഹിച്ചതാണ് അദ്ദേഹം. ഈ ഭൂമിയിൽ ജീവിക്കുന്നവന്, മനുഷ്യനക്ക് തലചായ്ക്കാൻ ഈ ഭൂമിയിൽ മണ്ണിൽ ഇടമില്ലെങ്കിൽ അവൻ കലഹിക്കും. അവന്റെ ജീവൻ കൊടുത്തുകൊണ്ടും അവൻ കലഹിക്കും. നമ്മൾ ചാവേറുകൾ എന്നൊക്കെ പറഞ്ഞത് കേട്ടില്ല. അവർ പോരാളികളാണ് സത്യത്തിൽ. അവർക്ക് എടുത്ത് യുദ്ധം ചെയ്യാൻ ആറ്റം ബോംബും അവരെ കയ്യിലില്ല. അവരിൽ ബാലിസ്റ്റിക് മിസൈലൊന്നുമില്ല. അവരിലുള്ളത് അവരുടെ ജീവനാണ്. ആ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് അവർ വിസ്ഫോടനം സൃഷ്ടിക്കും. അത്തരത്തിലുള്ള വിസ്ഫോടനമാണ് ആ സഹോദരൻ പുറങ്കാലുകൊണ്ട് തള്ളപ്പെട്ട ആ സഹോദരൻ ചെയ്തത്. ആ സഹോദരൻ തള്ളപ്പെട്ടവനായാലും തള്ളപ്പെട്ടവനോടുള്ള അവന്റെ ഹൃദയത്തിലുള്ള അവന്റെ സ്ഥാനം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമ്മൾ കണ്ടതാണ്. സ്വന്തം മക്കളോട് പകർന്നു കൊടുത്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ആ ഉദ്യമമുണ്ടല്ലോ, അത് മക്കളെ നിങ്ങൾ തുടർന്നു കൊണ്ടുപോകണം. നിങ്ങൾ പഠിച്ചു വലുതാണെന്നല്ല പറഞ്ഞത്. ആ തെരുവുകളിൽ ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ റസൂലിന്റെ ചിന്താഗതിയുള്ള ആളുകളാണ് അവർ. എനിക്ക് തോന്നുന്നു നമ്മളെക്കാളൊക്കെ ഈമാനുള്ള ആളുകൾ അവരാണെന്ന്. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ വളരെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകുന്നു. തെറ്റി, നമ്മൾ ചിന്തിക്കുന്നത് തെറ്റി. അള്ളാഹു നീതിമാനാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വേശ്യ, ജീവിതത്തിൽ മുഴുവൻ വേശ്യാവൃത്തി ചെയ്ത സ്ത്രീ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ജീവൻ പണയപ്പെടുത്തി കിണറിൽ ഇറങ്ങിക്കൊണ്ട് നായക്ക് വെള്ളം പകർന്നതിന്റെ ഒറ്റ പ്രവൃത്തി കൊണ്ട് ആ വേശ്യയായി ജീവിച്ച ആ സഹോദരി അള്ളാഹു സ്വർഗത്തിൽ കടത്തുമെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഭക്ഷണം ഈ പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ പോയ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ നീതി നടപ്പാക്കൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ആ വിമോചന മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അന്നം കൊടുക്കാൻ തള്ളപ്പെട്ടവന്റെ, പാവങ്ങളുടെ, അശരണരുടെ ഒക്കെ അവർക്ക് അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാൻ സാധിക്കാത്തൊരു മനസ്സാണ് എങ്കിൽ, അവരുടെ വിമോചനത്തിന് വേണ്ടി ജീവനും സ്വത്തും സമർപ്പിക്കാൻ തയ്യാറില്ലാത്തവരാണ് നമ്മളെങ്കിൽ, മർദ്ദിച്ചൊതുക്കപ്പെട്ടിട്ടുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കാത്ത മനസ്സാണ് നമ്മൾ എങ്കിൽ, നമ്മൾ തഹജ്ജുദ് കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും യാതൊരു ഫലം ഉണ്ടാകുകയില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വയം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഈ ലോകവും പരലോകവും നഷ്ടമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ മർദ്ദിച്ചൊതുക്കപ്പെടുന്ന ആളുകൾക്ക് ഒരു വിമോചന മാർഗമായിട്ട് ഖുർആൻ അവരിലേക്ക് എത്തിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.